ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഗുരുവായൂർ അമ്പലത്തിലാട്ടുള്ളത്. ഞങ്ങൾ വൈകിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ശനിയാഴ്ച വൈകിട്ട് ഒരു പെട്ടെന്നുള്ള തീരുമാനത്തിൽ പോകുന്നതായിരുന്നു. വൈകിട്ട് 4 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്ക് അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച കുളിച്ച് തൊഴാലോ എന്നുള്ള ഒരു ഇതിലാട്ടം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തലേ ദിവസം അത് കൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി റൂമിലെത്താനും വൈകി, പിന്നെ രാവിലെ ഒന്ന് എഴുന്നേൽക്കാനും വൈകി. നേരം 4 മണിയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത്. അങ്ങനെ കുളിച്ച് മുല്ലപ്പൂക്കെ ചൂടി അമ്പലത്തിലെത്തിയപ്പോഴുള്ള കാഴ്ച എങ്ങനെയായിരുന്നു. അന്ന് 368 കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുമായിരുന്നു. അതേപോലെ സീസണും ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അതിന് മുമ്പ് ഞങ്ങൾ റൂം കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടി. എപ്പോഴത്തേയും ചോദിച്ചിട്ട് റൂം കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം സീസണും ആയി, ഇത്രയും കല്യാണങ്ങളും ഉണ്ടായതുകൊണ്ട് എല്ലാം ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് വൈകിട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്പലത്തിൽ വന്നപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു. പുറത്തു കൂടെയൊക്കെ ഒന്ന് പോയിട്ട് തൊഴുതിട്ട് വന്നു. കാരണം ഇങ്ങനെയും വെച്ചിട്ട് ഇത്രയും നേരം ക്യൂലൊന്നും നിൽക്കണ കാര്യം നടക്കാത്ത കാര്യമാണ്. അപ്പോൾ പുറമേ കൂടെയൊക്കെ ഒന്ന് പോയി തൊഴുത് എല്ലായിടം തൊഴുതിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോഴേക്ക് എന്നെ ഞങ്ങൾ ഒരുവിധം ചടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ അന്നദാനത്തിനുള്ള ക്യൂലും നിന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഫോണൊക്കെ ആദ്യം തന്നെ അവിടെ കൊടുത്തിട്ടല്ലേ നമ്മൾ പോരുക. പിന്നെ നേരെ റൂമിൽ വന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടും. പിന്നെ നമ്മൾ പുന്നത്തൂർ ആനക്കോട്ടയിൽ അത് കാണാൻ പോകാമെന്നുള്ള കരുതിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നേരെ അവിടെ ആനക്കോട്ട കാണാൻ കയറിയിട്ടും നല്ല കാറ്റും നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് മഴ വരുന്നതിന് മുമ്പുള്ളൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ കിങ്ങിണിക്ക് ആന ഒരുപാട് ആന ഉണ്ടായതുകൊണ്ട് കിങ്ങിണിക്ക് എല്ലാത്തിനെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അമ്മ അതാ ആന, അപ്പുറത്ത് ആന എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് എനിക്ക് കേട്ടോ അവൾ കാട്ടിത്തരുന്നുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് എന്തോ ഒരു വശപ്പശക്കില്ലേ, എന്തോ നല്ല ഡാൻസുകളായിരുന്നു കുറേ നേരത്തേക്ക്. പിന്നെ നിങ്ങൾ ഈ പൂവാകയുടെ പൂവിൻ്റെ കൂടെ ഉള്ളത് ഈ നഖം പോലത്തെ ഒരു സംഭവം ഞങ്ങളെ കുട്ടികളാകുമ്പോൾ എപ്പോഴും ഇത് ഇങ്ങനെ വിരലിൽ വെച്ചിട്ട് യക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് കളിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കിങ്ങിണിക്ക് എവിടെ കൊടുത്തപ്പോൾ കിങ്ങിണിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. പിന്നെ അത് കൂടെയൊക്കെ നടന്ന് നേരെ പോന്നു കേട്ടോ. പോരുന്ന വഴിക്ക് ഓരോ ഇളനീരൊക്കെ മേടിച്ചു. ഇങ്ങനെയൊക്കെ ഇത് വെള്ളം കുടിക്കാനായിരുന്നില്ല, ഇത് കാമ്പ് തിന്നാൻ വേണ്ടിയിട്ട് കുറേ ഇളനീര് കാണുന്നിടത്തോളം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അച്ഛ വാങ്ങിത്തായോ എന്ന്. അങ്ങനെ ഇളനീരും വാങ്ങി കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോരട്ടെ ചെയ്തത്. പിന്നെ പട്ടാമ്പിയത്തെ പുഴയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടോ പട്ടാമ്പിയത്തെ പുഴ കാണണേ. ഇതിന് മുമ്പ് ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിലും രാത്രിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം പോരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു, അത്രയല്ല.